അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന വിഷയത്തെ മനസ്സിലാക്കത്തക്ക രീതിയിൽ അവതരിപ്പിക്കുന്ന VSG's അക്കൗണ്ടിംഗ് സിംപ്ലിഫൈഡ് എന്ന് പറയുന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് സെക്ഷൻ 2. അപ്പോൾ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത അല്ലെങ്കിൽ പറഞ്ഞു വെച്ച ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയുന്ന ഒരു ടേം, ആ ടേമിനെ കുറിച്ചാണ് ഇന്നിവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയുന്നത് വളരെ വിപുലമായ ഒരു ടേമാണ്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകം അല്ലെങ്കിൽ വരുമാനം കണക്കാക്കുന്നത് നമ്മുടെ രാജ്യത്ത് ആകെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുക വച്ചിട്ടാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു റീജിയൻ്റെ GDP അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കണക്കാക്കുന്നതും ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് വെച്ചിട്ടാണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ഈ ടേമിനുണ്ട്. അതുപോലെ നമ്മുടെ ബിസിനസ്സിലും നമുക്കറിയാം, ഈ +1 +2 അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികൾക്കറിയാം, ട്രാൻസാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ പർച്ചേസ്ഡ് ഗുഡ്സ് അല്ലെങ്കിൽ ഗുഡ്സ് സോൾഡ് ഫോർ ₹4 ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഈ ഗുഡ്സ് ആൻഡ് സർവീസിന് അത്ര ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് ആണ് ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചത്. ഈ ഗുഡ്സ് എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം എവിടെയാണ്, ആ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എപ്പോഴാണ് ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സ്ഥലത്തും അതിൻ്റെ ഉപയോഗം നടക്കുന്നത് അല്ലെങ്കിൽ കൺസംഷൻ നടക്കുന്നത് വേറൊരു സ്ഥലത്തുമാണ്. അത് ഉൽപ്പാദകനെ നമ്മൾ പ്രൊഡ്യൂസർ എന്നും ഈ കൺസംഷൻ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കൺസ്യൂമർ എന്നും വിളിക്കും. ഉൽപ്പാദകൻ അറിഞ്ഞുകൂടാ ഇത് എവിടെയാണ് കൺസംഷൻ നടക്കുന്നതെന്ന്, അല്ലെങ്കിൽ കൺസ്യൂമർ എവിടെ ഇരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഉൽപ്പാദന പ്രക്രിയ പൂർത്തിയാകണമെങ്കിൽ കൺസംഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് പൂർത്തിയാവുള്ളൂ. എന്ന് പറഞ്ഞാൽ ഉൽപ്പാദകനും ഏർപ്പെട്ടിരിക്കുന്നത് ഒരു ഇക്കണോമിക് ആക്ടിവിറ്റിയിലാണ്. അദ്ദേഹത്തിന് അത് പൂർത്തിയാകണമെങ്കിൽ അല്ലെങ്കിൽ ആ ആക്ടിവിറ്റി പൂർത്തിയാകണമെങ്കിൽ കൺസംഷൻ നടന്നിരിക്കണം. ഇപ്പോൾ കൺസ്യൂമറിന് അറിഞ്ഞുകൂടാ ആരാണ് ഉൽപ്പാദകനെന്ന്. നമ്മളിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സോപ്പ് വാങ്ങിക്കാൻ പോയാൽ പൈസ കൊടുക്കുന്നു, സോപ്പ് വാങ്ങിക്കുന്നു, അതാരാണ് ഉൽപ്പാദിപ്പിച്ചതെന്ന് നോക്കാതെയാണ് നമ്മൾ മേടിക്കുന്നത്. അതുപോലെ തന്നെയാണ് പ്രൊഡ്യൂസർക്കും കൺസ്യൂമർ എവിടെ ഇരിക്കുന്നത് അറിഞ്ഞുകൂടാ. അപ്പം ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനലുണ്ട്. ആ ഡിസ്ട്രിബ്യൂഷൻ ചാനലിൽ ഉൾപ്പെട്ടിരിക്കുന്ന 2 ആൾക്കാരാണ് ഹോൾസെയിലേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സ്. അപ്പോൾ നേരത്തെ നമ്മൾ ഈ ഉൽപ്പാദകൻ ഒരു പ്രോഡക്റ്റിന് പ്രൈസ് നിശ്ചയിക്കുന്നതിൽ MRP എന്നുള്ള മാക്സിമം റീറ്റെയിൽ പ്രൈസ് നിശ്ചയിക്കുന്നതിനകത്ത് ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടതായ GSTയും കൂടെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഗുഡ്സ് ആൻഡ് സർവീസ് ഇത്ര ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞത്. GST എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നാണ്. അപ്പോൾ ഗവൺമെൻറ് കൊടുക്കേണ്ട ഗുഡ്സ് ആൻഡ് സർവീസസ് അതിനകത്ത് ഉൾക്കൊള്ളുന്ന ടാക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പ്രൊഡ്യൂസർ പ്രൊഡക്ഷൻ നടത്തിയിട്ട് അത് ഹോൾസെയിലർക്ക് കൈമാറും സാധനം. അതായത് അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞാൽ, ഹോൾസെയിലർ പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി റീറ്റെയിലർക്ക് വിൽക്കും. അപ്പോൾ വാങ്ങൽ വിൽക്കൽ, അതാണ് ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ ട്രേഡ്. അപ്പോൾ അവിടെയും ട്രേഡ് നടന്നു. അതുപോലെ റീറ്റെയിലർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഹോൾസെയിലർ എന്ന് വാങ്ങുന്നു, അൾട്ടിമേറ്റ് ആയിട്ടുള്ള കൺസ്യൂമർക്ക് വിൽക്കുന്നു. അവിടെയും ട്രേഡ്. അപ്പോൾ ഇങ്ങനെ കച്ചവടം വഴി ലാഭം, ഈ പറയുന്ന വ്യക്തികൾക്കെല്ലാം ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഹോൾസെയിലർ എന്ന് പറയുന്ന വ്യക്തി ഈസ് എ പേഴ്സൺ ഹൂ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ദ പ്രൊഡ്യൂസർ ആൻഡ് സോൾഡ് ദം ഇൻ സ്മാളർ ക്വാണ്ടിറ്റി ടു ദ റീറ്റെയിലേഴ്സ്. ഇതാണ് ഹോൾസെയിൽ. അവിടെയും ഹോൾസെയിൽ ട്രേഡാണ്. അതുപോലെ റീറ്റെയിലർ ഈസ് ദ പേഴ്സൺ ഹൂ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ദ ഹോൾസെയിലർ ആൻഡ് സെൽ ദം ടു ദ കൺസ്യൂമർ when they are needed or required.
എപ്പോഴാണോ കൺസ്യൂമർക്ക് ആവശ്യമുള്ളപ്പോൾ ഒരു പ്രോഡക്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമാണ് ഉൽപ്പാദന പ്രക്രിയയ്ക്ക് എന്തെങ്കിലും ഗുണമുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഈ ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഉൽപ്പാദന പ്രക്രിയ പൂർത്തിയാവുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് മീഡിയേറ്റേഴ്സായിട്ട് അല്ലെങ്കിൽ മിഡിൽ മെന്നായിട്ട് പ്രവർത്തിക്കുന്നവർ ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സുമാണ്. അപ്പോൾ ബിസിനസ് എന്ന് പറയുന്ന ഈ ടേമിനകത്ത്, ബിസിനസ് എന്ന് പറയുന്ന വിഷയത്തിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ഉൽപ്പാദന പ്രക്രിയയുണ്ട്, അത് കൺസ്യൂമറിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ പ്രക്രിയയുണ്ട്. അപ്പോൾ ഈ ഉൽപ്പാദന പ്രക്രിയയെ നമ്മൾ പറയുന്നത് ഇൻഡസ്ട്രി എന്നാണ്. അപ്പോൾ കോമേഴ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ ഇൻഡസ്ട്രിയും കോമേഴ്സിനല്ല ഡിവൈഡ് ചെയ്യുക, ബിസിനസ്സിനെ ഡിവൈഡ് ചെയ്താൽ ഇൻഡസ്ട്രിയും കോമേഴ്സും അടങ്ങിയതാണ് ബിസിനസ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഉൽപ്പാദന പ്രക്രിയയാണ് ഈ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു. അതുപോലെ കോമേഴ്സ് എന്ന് പറയുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉൽപ്പാദകൻ്റെ കയ്യിൽ നിന്നും ഉപഭോക്താവിൻ്റെ കയ്യിലെത്താൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങളെല്ലാം നീക്കിയിട്ട് ഉപഭോക്താവിൻ്റെ കയ്യിൽ സാധനം എത്തുന്നത് വരെയുള്ള പ്രക്രിയ, അതാണ് കോമേഴ്സ്. ഇപ്പോൾ കോമേഴ്സിൻ്റെ ഡെഫിനിഷൻ തന്നെ അങ്ങനെയാണ് പറയുക. കോമേഴ്സ് ഈസ് ദ സം ടോട്ടൽ ഓഫ് ദോസ് പ്രോസസ് വിച്ച് ആർ എൻഗേജ്ഡ് ഇൻ ദ റിമൂവൽ ഓഫ് ഹിൻഡ്രൻസസ് ഓഫ് പേഴ്സൺ, പ്ലേസ് ആൻഡ് ടൈം ഇൻ ദ എക്സ്ചേഞ്ച് ഓഫ് കമ്മോഡിറ്റീസ് എന്നാണ് കോമേഴ്സിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ അതിൽ ഈ പറയുന്ന വ്യക്തികളായിട്ടുള്ള ഹിൻഡ്രൻസ് എന്ന് പറഞ്ഞാൽ ഉപഭോക്താവിന് ആരാണ് ഉൽപ്പാദിപ്പിക്കുകയെന്ന് അറിഞ്ഞുകൂടാ. ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സാധനം ആവശ്യമുള്ളപ്പോൾ നേരെ ഉൽപ്പാദകനെ സമീപിക്കുകയല്ല കൺസ്യൂമർ ചെയ്യുന്നത്. അവരുടെ സ്ഥലത്ത് ആ സാധനം അവൈലബിൾ ആണോ അത് പോയി വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വ്യക്തിപരമായ തടസ്സം നീക്കുന്നത് ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സുമാണ്. അപ്പോൾ ഹിൻഡ്രൻസ് ഓഫ് പേഴ്സൺ അങ്ങനെ വ്യക്തികളായ റീറ്റെയിലേഴ്സും ഹോൾസെയിലേഴ്സും വെച്ച് മാറും. ഇനി ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ്, ഉൽപ്പാദിപ്പിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു വേറെ ഏതോ സ്ഥലത്ത്, ഉപയോഗിക്കുന്നത് മറ്റൊരു സ്ഥലത്ത്. അപ്പോൾ ഉൽപ്പാദകൻ അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് നിന്ന് ഉപഭോഗം നടക്കുന്ന സ്ഥലത്തേക്ക് സാധനങ്ങൾ എത്തിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ വഴിയാണ്. ആ ട്രാൻസ്പോർട്ടേഷൻ ആണ് ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ് നീക്കം ചെയ്യുന്നത്. പിന്നെ സമയം വളരെ ഇമ്പോർട്ടൻറ്റ്. ഹിൻഡ്രൻസ് ഓഫ് ടൈം, ആവശ്യം ഉള്ള സമയത്ത് പ്രോഡക്റ്റ് കിട്ടണം. അത് ഒഴിവാക്കുന്നത് വെയർ ഹൗസിങ് വഴിയാണ്. ഉൽപ്പാദകൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ഉൽപ്പാദിപ്പിച്ച് വയ്ക്കുന്ന സാധനം ഹോൾസെയിലർ വാങ്ങിച്ച് വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്യുന്നു. അത് ആവശ്യമുള്ളപ്പോൾ റീറ്റെയിലർക്ക് കൊടുക്കുന്നു. റീറ്റെയിലർ അത് വാങ്ങിച്ചിട്ട് അയാളുടെ ഷോപ്പിൽ അത് സ്റ്റോക്ക് ചെയ്യുന്നു. ആവശ്യമുള്ളപ്പോൾ കൺസ്യൂമറിന് കൊടുക്കുന്നു എന്നല്ല, വിൽക്കുന്നു എന്ന് തന്നെ പറയാം. ഇവിടെ എല്ലാം ഈ പറഞ്ഞ പോലെ ഇക്കണോമിക് ആക്ടിവിറ്റി നടക്കുന്നുണ്ട്, ട്രേഡ് നടക്കുന്നുണ്ട്, ബൈയിങ് ആൻഡ് സെല്ലിങ് നടക്കുന്നുണ്ട്. ഉൽപ്പാദകൻ പ്രൊഡ്യൂസർ മുതൽ കൺസ്യൂമറുടെ അടുത്ത് എത്തുന്നത് വരെ ആ പ്രക്രിയ തുടരുന്നുമുണ്ട്. ഇത് ഈ വിഷയം ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന വിഷയത്തിനകത്ത് +1 +2 പഠിക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നത് ചർച്ച ചെയ്യാം എന്ന് തീരുമാനിച്ചത്. അപ്പോൾ കോമേഴ്സ്, ഇൻഡസ്ട്രി ആൻഡ് കോമേഴ്സ് അടങ്ങുന്നതാണ് ബിസിനസ്. ഇതിൽ ഇൻഡസ്ട്രി നമ്മൾ പ്രൊഡക്ഷൻ്റെ കാര്യം പറഞ്ഞെങ്കിൽ 2 രീതിയിലാണ് ഇൻഡസ്ട്രി ഉള്ളത്. പ്രൈമറി ഇൻഡസ്ട്രി, 3 രീതിയിലുണ്ട്. പ്രൈമറി ഇൻഡസ്ട്രി, സെക്കൻഡറി ഇൻഡസ്ട്രി ആൻഡ് ടേഴ്സറി ഇൻഡസ്ട്രി എന്ന് പറയും. അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അതുപോലെ കോമേഴ്സിനകത്ത് ട്രേഡും ഓക്സിലറീസ് ടു ട്രേഡും അല്ലെങ്കിൽ എയ്ഡ്സ് ടു ട്രേഡും അടങ്ങിയിട്ടുണ്ട്. ആ ട്രേഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ബൈയിങ് ആൻഡ് സെല്ലിങ് ആണ് ട്രേഡ്. ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് പറഞ്ഞാൽ ഈ ട്രേഡ് നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഘടകങ്ങൾ. നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ചാൽ അത് കൺസ്യൂമറിന് അറിയണമെങ്കിൽ പ്രൊഡ്യൂസർ അത് അഡ്വർടൈസ് ചെയ്യണം. ഈ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഓക്സിലറീസ് ടു ട്രേഡാണ്, ട്രേഡിനെ സഹായിക്കുന്ന പ്രക്രിയയാണ്. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ, ബാങ്കിങ്, ഇതെല്ലാം ഓക്സിലറീസ് ടു ട്രേഡാണ്. അപ്പോൾ ട്രേഡും ഓക്സിലറീസ് ടു ട്രേഡും, ഈ ട്രേഡിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാം. അത്
ഇൻറ്റേർണൽ ട്രേഡ് എന്നും അല്ലെങ്കിൽ ഹോം ട്രേഡ് എന്നും എക്സ്റ്റേണൽ ട്രേഡ് അല്ലെങ്കിൽ ഫോറിൻ ട്രേഡ് എന്നും രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുക. ഇതിൽ ഇൻറ്റേർണൽ ട്രേഡ് എന്ന് ഞാൻ പറഞ്ഞതാണ് ഹോം ട്രേഡാണ് നേരത്തെ പറഞ്ഞ രണ്ട് ട്രേഡുകൾ, ഹോൾസെയിൽ ട്രേഡും റീറ്റെയിൽ ട്രേഡും. അത് രണ്ടും ഇൻറ്റേർണൽ ട്രേഡാണ്. അത് നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ സംഭവിക്കുന്നത് കൊണ്ടാണ് ഇൻറ്റേർണൽ ട്രേഡ് ആയത്. അപ്പോൾ എക്സ്റ്റേണൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ, ഫോറിൻ ട്രേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യവും വേറൊരു രാജ്യവും തമ്മിൽ കച്ചവടം നടക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് നമ്മൾ നമ്മുടെ രാജ്യത്തേക്ക് വേറൊരു രാജ്യത്തു നിന്ന് സാധനങ്ങൾ വാങ്ങിയിട്ട് ഇവിടെ വിൽക്കുകയാണെങ്കിൽ, വാങ്ങൽ വിൽക്കൽ, അപ്പോൾ ട്രേഡ്, അത് ഇമ്പോർട്ട് ട്രേഡ് എന്ന് പറയും, ഇമ്പോർട്ട് എന്ന് വിളിക്കും. തിരിച്ച് നമ്മൾ ഏതെങ്കിലും പ്രോഡക്റ്റ് മറ്റൊരു രാജ്യത്തിന് വിറ്റിട്ട് നമ്മളിൽ നിന്ന് അവർ വാങ്ങിയിട്ട് അവിടെ വിൽക്കുകയാണെങ്കിൽ, വാങ്ങലും വിൽക്കലും, അതാണ് എക്സ്പോർട്ട് ട്രേഡ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഒരു ട്രേഡും കൂടെ ഉണ്ട്, അത് എൻട്രി പോർട്ടാണ്. എൻട്രി പോർട്ട് അതായത് നമ്മൾ ഏതെങ്കിലും പ്രോഡക്റ്റ് ഇമ്പോർട്ട് ചെയ്തിട്ട് അത് വീണ്ടും എക്സ്പോർട്ട് ചെയ്യുക, അതായത് ഇവിടെ വിൽക്കുന്നില്ല, അത് എക്സ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ അത് എൻട്രി പോർട്ട് ട്രേഡ്. ഇങ്ങനെ ട്രേഡ് 3 തരത്തിലുണ്ട്. അപ്പോൾ ബിസിനസ് എന്ന് പറയുന്ന ടേമിനകത്ത് വരുന്ന ഈ ടെർമിനോളജീസാണ് ഈ പറയുന്ന ട്രേഡും കൊമേഴ്സും. ബിസിനസ് ഒരു വലിയ അല്ലെങ്കിൽ ബ്രോഡായിട്ടുള്ള ടേം എന്ന് പറയാൻ കാരണം അതാണ്. അപ്പോൾ കൺസ്യൂമർ ഉൽപ്പാദകനെ ആരെന്നറിയാതെ പ്രോഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോൾ ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ പ്രക്രിയ കംപ്ലീറ്റ് ആവും. അപ്പോൾ പ്രൊഡ്യൂസർ എന്താ ചെയ്യുകയെന്ന് ചോദിച്ചാൽ, പ്രൊഡ്യൂസർ അവിടെയും വാങ്ങലും വിൽക്കലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. റോ മെറ്റീരിയൽസ് വാങ്ങിക്കുന്നു പ്രൊഡ്യൂസർ. ആ റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് പ്രോഡക്റ്റാക്കി മാറ്റിയിട്ടാണ് കൺസ്യൂമറിലേക്ക് എത്തിക്കുന്നത്. ആ എത്തിക്കാനായിട്ട് ഇൻ്റർമീഡിയറീസ് ഉണ്ട്, അവരാണ് ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സും. ഇപ്പോൾ കോമേഴ്സിൻ്റെ ഡെഫിനിഷൻ ക്ലിയറായി. അതുപോലെ ട്രേഡ്, ആ ട്രേഡ് 2 രീതിയിൽ, ഇൻറ്റേർണൽ ട്രേഡും എക്സ്റ്റേണൽ ട്രേഡും. പിന്നെ കോമേഴ്സിനകത്താണ് ട്രേഡ് ഉള്ളത്. പിന്നെ ഓക്സിലറീസ് ടു ട്രേഡ്. പിന്നെ ഹിൻഡ്രൻസുകൾ, തടസ്സങ്ങൾ മാറ്റാനായിട്ടുള്ള എല്ലാ പ്രക്രിയയും ചേർത്ത് കൊമേഴ്സ് എന്ന് വിളിച്ചു. അപ്പോൾ ബിസിനസ് ഇതെല്ലാം കൂടെ ചേർത്ത് പറയുകയാണെങ്കിൽ, ബിസിനസ് ഈസ് എൻ ഇക്കണോമിക് ആക്ടിവിറ്റി which is engaged in the production and distribution of goods and services for making profits. ലാഭം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുകയോ വാങ്ങിക്കുകയോ ചെയ്യാം, ബൈയിങ് ആവാം. എന്നിട്ട് ലാഭത്തിന് വിറ്റാൽ മാത്രമാണ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം തന്നെ ഈ പറഞ്ഞ പോലെ ലാഭത്തിന് വിറ്റാൽ എന്ന് പറയുന്നിടത്ത് തന്നെ നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ പ്രാധാന്യം ഉണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ലാഭമുണ്ടോ എന്ന് നോക്കണമെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടത് ആവശ്യമുണ്ട്. അപ്പോൾ ഹോൾസെയിലർ റോ മെറ്റീരിയൽ എത്ര രൂപയ്ക്ക് വാങ്ങിച്ചു, അത് പ്രൊഡക്ഷൻ എത്രമാത്രം ചിലവായി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ MRP എങ്ങനെ ഫിക്സ് ചെയ്യാം, അതിൽ ലാഭം എങ്ങനെ എത്രത്തോളം എടുക്കാം, ഇതെല്ലാം അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ റീറ്റെയിലറും കൺസ്യൂമറിന് വിറ്റ് കഴിയുമ്പോൾ മാത്രമാണ് റീറ്റെയിലർക്ക് ലാഭം കിട്ടുക. ആ ലാഭവും ഉണ്ടോ, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് വെച്ചാൽ മാത്രമേ ലാഭമുണ്ടോ എന്ന് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ബിസിനസ് എന്ന് പറയുന്ന ടേമിൻ്റെ ഇമ്പോർട്ടൻസ് പറയാനാണ് ഞാൻ ഈ വീഡിയോ ഇത്രയും സമയം ഉപയോഗിച്ചത്. ഇനിയും ഈ പറയുന്ന ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള വീഡിയോസ് ഉണ്ടാവും. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. +1 +2 അല്ലെങ്കിൽ കൊമേഴ്സ് എടുത്ത് പഠിക്കുന്നവർക്കെല്ലാം ഇത് ഉപയോഗപ്പെടും എന്നുള്ള വിശ്വാസത്തിലാണ് ഈ വീഡിയോസ് എല്ലാം അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.